തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൈക്കൊള്ളുന്നവൻ. 2 കൊരിന്ത്യർ 10:17 ഒരിക്കൽ കൂടി വായിക്കുന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൈക്കൊള്ളുന്നവൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, അഭിവന്യ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി, വന്യരായ റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പുതിയ ഇസ്രയേലാകുന്ന സഭയുടെ തീർത്ഥാടക സമൂഹമേ, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ മനുഷ്യൻ്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും ചിന്തയിലേക്ക് വരുത്തുകയാണ്. മനുഷ്യൻ്റെ കണ്ടെത്തലുകളിൽ ലോകത്തിൽ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ഏതാണ്? നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പല കണ്ടെത്തലുകളും ഭൗതികവും ശാസ്ത്രപരവുമായ കണ്ടെത്തലുകൾ കടന്നു വന്നിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ്റെ കണ്ടെത്തലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പലതും കടന്നു വരുമ്പോഴും ഇന്ന് ചൊവ്വ എന്ന് പറയുന്ന ദിവസമാണ്. ചൊവ്വ ദിവസത്തെയും ചൊവ്വ ദോഷത്തെയും നമുക്കറിയാമെങ്കിലും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ പലപ്പോഴും അറിയുവാനായിട്ട് മനുഷ്യന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ചൊവ്വയുടെ ഓരോ സ്പന്ദനങ്ങൾ മനുഷ്യൻ്റെ വിരൽത്തുമ്പിലാണ്. ഈ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ വലുതായിട്ട് കാണുമ്പോഴും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഏതാണ്? ആത്മീയമായി ധ്യാനിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും കിട്ടുന്ന ഒരു ഉത്തരമുണ്ട്. അത് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഒരിടം കൊടുത്ത മരക്കുരിശിനെ ഹെലനി രാജ്ഞി കണ്ടെത്തിയ കണ്ടെത്തലുകൾ ഒരു ക്രിസ്തീയ സഭയുടെ സമൂഹത്തിൻ്റെയും വലിയ കണ്ടെത്തലായിട്ട് നമുക്ക് കാണാൻ പറ്റും. മരക്കുരിശിനെ ദൈവത്തിൻ്റെ ഇടമായിട്ട് മാറ്റുവാനായിട്ട് ദൈവം തമ്പുരാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ കുരിശിനെ വിദ്വേഷിക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് വിജയത്തിൻ്റെ പ്രതീകമായിട്ടും കുരിശിനെ മാറ്റപ്പെടുമ്പോഴും ഈ കുരിശിനെ ധ്യാനിക്കാതെ, ഈ കുരിശിനെ നമിക്കാതെ, കുരിശിനെ ഓർക്കാതെ ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. കുരിശിനെ നോക്കി ഒരു ഭക്തകവി പാടി. മഹത്വകുമാരൻ്റെ മരണം എന്ന് പറയുന്ന ആത്മീയ സാഹിത്യത്തിൽ പാടി, നോക്കൂ കുരിശിനെ, അവൻ്റെ കുരിശിലേക്ക് നോക്കൂ, സ്നേഹവും സഹനവും ഇഴുകിച്ചേർന്ന് ഒഴുകുന്നത് കാണുന്നില്ലേ? മുമ്പൊരിക്കലും ഇവ സംഗമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊരു കവി ചോദിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സംഗമവേദിയായിട്ട് കുരിശിനെ കവികൾ കാണിക്കുമ്പോഴും വലിയ ആത്മീയ വ്യാപാരത്തിൻ്റെ ഒരിടം കൂടിയാണ് കുരിശ് എന്നത് ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുകയാണ്. ആത്മീയ വ്യാപാരം നടക്കുകയാണ്. വ്യാപാരി ക്രിസ്തുവാണ്. രക്തം കൊടുത്ത് രക്ഷ മേടിച്ച് സൗജന്യമായി എനിക്കും നിങ്ങൾക്കും തന്ന ക്രിസ്തുവിൻ്റെ വ്യാപാരം കാണുകയാണ് അവിടെ. എന്നാൽ 30 വെള്ളിക്കാശിന് ഈ രക്തത്തെ വിറ്റ യൂദ സ്വന്തം വില കൂടി അവിടെ നിശ്ചയിക്കുകയാണ്. 0 എന്ന് പറയുന്ന വിലയിലേക്ക് യൂദ താഴുമ്പോഴും ഈ കുരിശിനെ ഇന്നും ധ്യാനിക്കുന്നത് നമ്മുടെ വലിയൊരു പാരമ്പര്യമായിട്ട് മാറുകയാണ്. പരിശുദ്ധ സ്ലീബ പെരുന്നാളിന് ശേഷം 6ാമത്തെ ആഴ്ച കൂടിയാണ്, അവസാനത്തെ സ്ലീബ കാലം കൂടിയാണിത്. അടുത്ത ഞായറാഴ്ച കൂദോശിത്തെയാണ്. തുടക്കമാണ്, പുതുക്കമാണ്, വിശുദ്ധീകരണമാണ്. ഈ വിശുദ്ധീകരണത്തിന് മുൻപും പുതുക്കത്തിന് മുമ്പും ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ആ ഒരുക്കത്തിന് ഈ പരിശുദ്ധൻ്റെ പെരുന്നാളും മധ്യസ്ഥതയും ഓർമ്മയും നമുക്ക് ദൈവം നൽകിയ ഭാഗ്യകരമായ ഒരു നിയതിയാണ്, ഒരു വിധിയാണ് എന്നത് ഞാൻ കാണുകയാണ്. ദൈവം നൽകിയ ഈ ഭാഗ്യകരമായ വിധിയിൽ ഈ അവസരത്തിൽ പരിശുദ്ധ ശ്ലീഹന്മാരും പിതാക്കന്മാരും പരിശുദ്ധന്മാരും പഠിപ്പിച്ച പ്രാർത്ഥനകളും വാക്കുകളും ധ്യാനവുമായിട്ട് ഈ അല്പസമയം ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ശുദ്ധ ജല തടാകത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ അതിന് സമാനമായിരുന്നു പരിശുദ്ധന്മാരുടെ ജീവിതമെന്നുകൂടി നമ്മൾ ഓർക്കണം. ക്രിസ്തുവിൻ്റെ കാലത്തിൽ 2 തടാകങ്ങളുണ്ടായിരുന്നു, ഗലീല തടാകവും ചാവുകടലും. രണ്ടിനും കടൽ എന്ന പേരായിരുന്നു നൽകിയിരുന്നത്. എങ്കിലും കരകളാൽ
ഒറ്റപ്പെട്ട തടാകം മാത്രമായിരുന്നു ഗലീല കടലും ചാവുകടലും. ഇതിന് രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഗലീല കടൽ ശുദ്ധ ജല തടാകമായിരുന്നുവെങ്കിൽ ചാവുകടൽ ഒരു ജീവി പോലും ജീവിക്കുവാൻ സാഹചര്യമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു ചാവുകടലിൽ. പക്ഷേ ഈ രണ്ട് തടാകങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ടായിരുന്നു. അതാണ് യോർദാൻ നദി എന്ന് പറയുന്നത്. ഹെർമോനിൽ നിന്ന് ഒഴുകി ഗലീല കടലിലെത്തി ഗലീല കടലിൽ നിന്ന് ചാവുകടലിലേക്ക് ഒഴുകുന്ന ഒരു ഒഴുക്കിൻ്റെ സംഗമസ്ഥാനം കാണുകയാണ്. ഇവിടെ ഗലീല കടൽ യോർദാനിൽ നിന്ന് സ്വീകരിച്ചിട്ട് ചാവുകടലിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ ചാവുകടൽ സ്വീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കൊടുക്കുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു ജീവി പോലും, ഒരു ജീവൻ പോലും അവിടെ ഉത്ഭവിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. വിശുദ്ധന്മാരുടെ ജീവിതം ഇത് തന്നെയാണ്. ഗലീല കടലിന് സമാനമാണ്. ദൈവത്തിൽ നിന്ന് വിശുദ്ധി സ്വീകരിച്ചെടുത്തതിന് ശേഷം പ്രാർത്ഥനയായി, കരുണയായി, സമർപ്പണമായി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും അതിനുശേഷവും ലോകത്തിന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്വീകരിക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അത് സ്വീകരിക്കുവാൻ ഹൃദയങ്ങളെ, മനസ്സിനെ നമുക്ക് ഒരുക്കാം. പരിശുദ്ധനായ പൗലോസ്ലീഹ ശ്രേഷ്ഠമായ വചനങ്ങളിൽ ഒന്നാണ് ആദ്യം വായിച്ചത്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ, തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൈക്കൊള്ളുന്നവൻ എന്ന ശ്രേഷ്ഠമായ വചനം. പ്രശംസയുടെ ഒരു വലിയ ഒരു നിര തന്നെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കാണാം. കഷ്ടങ്ങളിൽ പ്രശംസിക്കണം, ബലഹീനതയിൽ പ്രശംസിക്കണം, പ്രത്യാശയിൽ പ്രശംസിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നത് കുരിശിലും ക്രിസ്തുവിലുമുള്ള പ്രശംസയാണ്. കാരണം ഇത് പറയാനുള്ള സാഹചര്യം സ്വയം പ്രശംസിക്കുന്ന ചില വ്യക്തികളെ ആ സമൂഹത്തിൽ കണ്ടുകൊണ്ടാണ്. സ്വയം പ്രശംസിച്ച് തന്നെ ദൈവസന്നിധിയിൽ ഒന്നുമില്ലാതാക്കി മാറ്റുന്ന മനുഷ്യരുടെ മുമ്പിലേക്കാണ് ശ്ലീഹ വ്യക്തമാക്കുന്നത്. നിങ്ങൾ പ്രശംസിക്കേണ്ടത് കർത്താവിലാണ്. സ്വയം പുകഴ്ത്തുന്നവനെ അല്ല ദൈവം കൈക്കൊള്ളുന്നവന്, ദൈവത്തെ ലഭിക്കുന്നവനെ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന ശ്രേഷ്ഠമായ വേദഭാഗമാണ്. കഥാപാത്രത്തിലൂടെയും 4 ജീവിത കഥാപാത്രങ്ങൾ ഈ ഭാഗത്തെ ഒന്ന് എന്നാണ് ആഗ്രഹിക്കുന്നത്. 2 ഉപമാ കഥാപാത്രങ്ങളിൽ ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള ശ്രേഷ്ഠ വേദഭാഗങ്ങൾ വളരെ ഉചിതമാണ്. 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരു മനുഷ്യൻ പരൻ, മറ്റൊരുവൻ ചുങ്കക്കാരൻ. ഒരുവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു, മറ്റൊരുവന്റെ പ്രാർത്ഥന തിരസ്കരിക്കുന്നു. എന്തുകൊണ്ട് പരീശന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. പ്രാർത്ഥനയിൽ ആത്മപ്രശംസയുടെ വാക്കുകൾ ആദിയോട് അന്തം ഈ മനുഷ്യൻ ഉപയോഗിച്ചു എന്നത് വ്യക്തമായ ഒരു ഉത്തരമാണതിന്. പക്ഷേ ഇതിലുപരിയായിട്ട് പല പ്രയാസങ്ങൾ ഈ മനുഷ്യൻ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പലപ്പോഴും പറയും പരീശന്റെ പ്രാർത്ഥനയ്ക്കാണ് പ്രശ്നം. പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഒരു പ്രശ്നവും ഒരു ലോകത്തിലും സംഭവിക്കുകയില്ല. മറിച്ച് പ്രാർത്ഥനയോടുള്ള സമീപനമാണ്, മനോഭാവമാണ് ഈ പരീശനെ അവിടെ താഴ്ത്തിക്കളഞ്ഞത്. പ്രാർത്ഥനയുടെ കൂട്ട് ഈ പരീശന് അറിയില്ലായിരുന്നു. ഔഷധങ്ങളുടെ കൂട്ട് നമുക്കറിയാം. ചില ഔഷധങ്ങൾ ചില സമാസമം ചേർത്ത് അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഫലവത്തിയിലെത്തുന്നത്. എന്നാൽ അതിൻ്റെ സമാസമത്തിൽ ചെറിയൊരു വ്യത്യാസം വരുമ്പോൾ വിപരീത ഫലമാണ് അതിന് ലഭിക്കുന്നത്. പ്രാർത്ഥനയ്ക്കും ഇതുപോലെ ഒരു കൂട്ടുണ്ട്. ഈ കൂട്ട് അറിയാതെ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാതെ പോകുന്നത്. തിയോബോസ് ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ അഭ്യർത്ഥന സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വൈദികരും ശ്രേഷ്ഠരാചാര്യന്മാരും. ഇവിടെ ഈ കൂട്ട് മനസ്സിലാകാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന പരീശൻ സ്വയം പ്രശംസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്നുമില്ലാത്തവനായി മാറുന്നു. ഈ കൂട്ട് ഇത്രയേ ഉള്ളൂ. ആത്മാർത്ഥതയും ഒരു തുള്ളി കണ്ണുനീരും സമാസമം ചേർത്ത് 7 യാമങ്ങളിൽ ഭക്ഷിച്ചിരുന്നു നമ്മുടെ പിതാക്കന്മാര്. ആ കൂട്ടിന്റെ ബലത്തിലാണ് ഇന്ന് ഈ സഭ വളർന്നുകൊണ്ടുവരുന്നത്. പലപ്പോഴും ഈ കൂട്ടിന് തെറ്റുപറ്റുമ്പോഴാണ്, പ്രാർത്ഥനയ്ക്ക് തെറ്റുപറ്റുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിത രീതികൾ മാറിപ്പോകുന്നത്.
അവിടെ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, അനുതാപത്തിന്റെ കണ്ണുനീര് വീണു, ആത്മാർത്ഥതയുടെ കണ്ണുനീര് വീണു. അത് സമാസമം ചേർന്നപ്പോൾ സ്വർഗത്തിന്റെ പൂട്ട് തുറക്കപ്പെട്ടു. ഈ കൂട്ടാണ് സ്വർഗത്തിന്റെ പൂട്ട് തുറക്കപ്പെടുവാനായിട്ട് സാധ്യമായത്. അതുകൊണ്ട് പരീശൻ സ്വയം പുകഴ്ത്തി അവിടെ താഴുമ്പോഴും ഒന്നുമില്ലാത്തവനായ ഈ ചുങ്കക്കാരൻ തൻ്റെ പ്രാർത്ഥനാ കൂട്ട് ഉപയോഗിച്ച് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. അവിടെ സ്വയം പുകഴ്ത്തിയ മനുഷ്യൻ താഴ്ത്തപ്പെടുകയാണ്. രണ്ടാമതൊരു ഉപമാ കഥാപാത്രം ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. യേശുതമ്പുരാന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ചില വിശേഷണങ്ങൾ ക്രിസ്തു കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ വിശേഷണം കൊടുക്കുന്നുവോ അവിടെ എന്തൊക്കെയോ ക്രിസ്തു ഒളിച്ചു വെച്ച് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. ഇവിടെ ഒരു ധനവാനെയാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്, ഉപമാ കഥാപാത്രം. അവന് കൊടുക്കുന്ന വിശേഷണം മൂഢനായ ധനവാൻ എന്നാണ്. ധനവാനായതുകൊണ്ട് എന്തുകൊണ്ട് ഇവൻ മൂഢനായി മാറുന്നു? എന്തുകൊണ്ട് ക്രിസ്തു മൂഢൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നു? ഒരിക്കലും മൂഢനെന്ന് വിളിക്കുവാൻ പാടില്ലാത്തതാണ് ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ. ധനവാനായത് അവൻ്റെ സമ്പാദ്യം കൊണ്ടാകാം, അവൻ്റെ വിയർപ്പ് കൊണ്ടാകാം. കൂട്ടിവെക്കുവാൻ അവൻ ആഗ്രഹിച്ചു, പലതും കൂട്ടിവെച്ചു, ഉണ്ടാക്കിയത് മുഴുവനും കൂട്ടിവെച്ചു, കളപ്പുരകൾ നിറയ്ക്കുകയാണ്. അധികമായത് നിറച്ചു വെക്കുവാൻ കളപ്പുര ഇല്ലാതെ വന്നപ്പോൾ ഈ മനുഷ്യൻ ചിലത് സ്വയം സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, 7 പ്രാവശ്യം ഞാനെന്ന വാക്കും എൻ്റേതെന്ന വാക്കും ഈ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാനെന്ന വാക്കും എൻ്റേതുമെന്ന വാക്ക്. ഇവൻ്റെ കളപ്പുരകളെ പറ്റി പറയുന്നത് എ സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ കൈൻഡ്സ് എന്ന. ചെറിയൊരു കളപ്പുര മാത്രമല്ല, വലിയൊരു വ്യാപാരി കൂടിയായിരുന്നു ഈ മനുഷ്യൻ. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നിറച്ചു വെക്കുവാനുള്ള കളപ്പുര, അതും നിറഞ്ഞു കവിഞ്ഞുപോയി. ഇനിയും ഞാൻ എന്ത് ചെയ്യും, ഇനിയും ഞാൻ എന്ത് ചെയ്യുമെന്ന് വിലപിക്കുന്ന ഒരു ധനവാനെയാണ് കാണുന്നത്. ക്രിസ്തു അതുകൊണ്ടാണ് വിളിച്ചത്, നീ മൂഢനാണ്. കാരണം നീ കൂട്ടിവെക്കേണ്ട കളപ്പുരകൾ എന്ത് എന്ന് നിനക്കറിയില്ലായിരുന്നു. പ്രാർത്ഥനാ കൂട്ട് പരീക്ഷന് അറിയില്ല എങ്കിൽ കൂട്ടിവെക്കേണ്ട കളപ്പുരകൾ ഏത് എന്ന് ഈ ധനവാന് അറിയില്ലായിരുന്നു. അറിയാത്തത് കൊണ്ടാണ് ക്രിസ്തു വിളിച്ചത് നീ മൂഢനെന്ന്. പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഏതായിരിക്കണം ഈ കളപ്പുരകൾ. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് അധികമായിട്ടുള്ളത് കൂട്ടിവെക്കേണ്ട കളപ്പുരകൾ ഏതാണ്. വിശുദ്ധനായ ആംബ്രോസ് പിതാവ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കളപ്പുരകൾ ഏതായിരിക്കണം. 1, ദ ബോസം ഓഫ് ദ നീഡി എന്നാണ് പഠിപ്പിച്ചത്. ആവശ്യക്കാരുടെ മടിയാണ് നിങ്ങളുടെ കളപ്പുരകൾ. 2, ദ ഹൗസ് ഓഫ് ദ വിഡോ, വിധവമാരുടെ ഭവനമായിരിക്കണം നിങ്ങളുടെ കളപ്പുരകൾ. 3, ദ മൗത്ത് ഓഫ് ദ ഓർഫൻസ്, അനാഥരുടെ അധരങ്ങളാണ് നിങ്ങളുടെ കളപ്പുരകൾ. അധികമുള്ളത് കൂട്ടിവെക്കേണ്ടത് ഈ കളപ്പുരകളിലാണ്. നിക്ഷേപങ്ങൾ അധികമുള്ളത് കൂട്ടിവെക്കേണ്ട ഇതാണ്. ആ സമയത്ത് ഒരുപാട് അനാഥരും വിധവന്മാരും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ധനവാൻ ചിന്തിക്കാതെ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചിന്തിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും സ്വന്തം ആയുസ്സിൻ്റെ ദൈർഘ്യം കുറയ്ക്കത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു ഈ മനുഷ്യനും. ഞാനാകുന്ന ഈ ചെറിയ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളും ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ചവനായിരുന്നു ഈ ധനവാൻ. സ്വയം പുകഴ്ത്തി സമ്പാദ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനോട് ക്രിസ്തു ചോദിക്കുക, ഈ രാത്രിയിൽ ഞാൻ നിന്റെ ജീവനെ ചോദിച്ചാൽ വാട്ട് ടു ഡു, നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ആയുസ് കുറയ്ക്കുന്ന ചിന്തയാണ് ഞാനെന്ന ചിന്തയും മറ്റുള്ളവനെ കരുതാതെയുള്ള ചിന്തയും സ്വന്തം ആയുസ് കുറയ്ക്കുകയാണ്. 60-70 വയസ്സ് ജീവിക്കുവാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് 50-40 വയസ്സായിട്ട് ഞാനും നീയും മരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവമാകാം. ഞാനെന്ന ചിന്തയും ആത്മപ്രശംസയുടെ ചിന്തയും കരുതലില്ലാത്ത ചിന്തയും നമ്മളിൽ ഉണ്ടാവുന്നു. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് നിക്ഷേപങ്ങൾ പാവങ്ങളായിരിക്കണം. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ നിക്ഷേപ പാത്രങ്ങൾ പാവങ്ങളാണ്, അവരിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. അതാണ് ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കുന്ന പാത്രങ്ങളായി നമ്മൾ മാറുന്നത്. ഈ 2 ഉപമാ കഥാപാത്രങ്ങളും ധനത്തിലും സ്വയത്തിലും ആശ്രയിച്ചു. പ്രാർത്ഥനയുടെ കൂട്ടുമനസ്സിലാകാതെ, കൂട്ടിവെക്കേണ്ട കളപ്പുരകൾ മനസ്സിലാകാതെ നിന്നപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കർത്താവായ യേശുതമ്പുരാൻ പുകഴ്ത്തിയ 4 ജീവിത കഥാപാത്രങ്ങൾ കൂടി വേദപുസ്തകത്തിലുണ്ട്. 4 ജീവിത കഥാപാത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അവർക്ക് കൊടുക്കുന്ന വിശേഷണങ്ങൾ ഓരോന്നോട്ടായി കൊടുക്കാം. 1, ദൈവ അവബോധമുള്ളവരെയാണ് കർത്താവ് പുകഴ്ത്തുന്നവർ. കർത്താവ് പുകഴ്ത്തുവാൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ 1-ാമത്തെ കൂട്ടമാണ് ദൈവ അവബോധം. ദൈവത്തെ പറ്റി ഉറച്ച ബോധ്യമുള്ളവരെ കർത്താവ് പുകഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം.
11-ാം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് ക്രിസ്തു സ്വന്തം വാക്കൊണ്ട് കമന്റ് ചെയ്യുകയാണ്. ഒരു വ്യക്തിയെ നോക്കി, യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയെ നോക്കി ക്രിസ്തു കമന്റ് ചെയ്യുകയാണ്. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറയുന്ന ക്രിസ്തു എന്തുകൊണ്ട് പറഞ്ഞു? ജനനത്തിങ്കൽ ചലനം സൃഷ്ടിച്ചവനായിരുന്നു യോഹന്നാൻ. ഉദരത്തിൽ വെച്ച് ദൈവ അനുഭവം സ്വീകരിച്ചവനായിരുന്നു യോഹന്നാൻ. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, വാക്ക് ദ ടോക്ക് എന്ന് പറയും. പറയുന്നത് പ്രവർത്തിച്ചവനായിരുന്നു യോഹന്നാൻ. അതിലൊക്കെ ഉപരിയായി ദൈവത്തെ പറ്റിയൊരു ബോധ്യം യോഹന്നാന് ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ വ്യക്തമാണ്. ആരാണ് ദൈവം? എന്താണ് ഇവന്റെ നിയോഗം? ഇവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില വാക്കുകൾ യോഹന്നാൻ പറയുന്നുണ്ട്. ഇതുകൊണ്ടാകാം ക്രിസ്തു അവനെ പുകഴ്ത്തിയത്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുകഴ്ച ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പുകഴ്ച ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു അവബോധമാണ്. എന്നെ സൃഷ്ടിച്ച ദൈവത്തെ പറ്റിയുള്ള ഒരു ബോധവും. അതിൽ നിന്ന് ദൈവം നമ്മെ പുകഴ്ത്തും. പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വാക്കിൻ തുമ്പിൽ നിൽക്കുകയാണ് നിന്നെ പുകഴ്ത്തുവാനും എന്നെ പുകഴ്ത്തുവാനും. പക്ഷെങ്കിൽ അതിനൊത്ത ജീവിത രീതികൾ നമ്മൾ ക്രമപ്പെടുത്തണം. അതാണ് യോഹന്നാൻ സ്നാപകന്റെ വാക്കിലൂടെ വന്നത്. ഒന്ന്, ദൈവത്തെ പറ്റിയുള്ള ഉറച്ച ഒരു ബോധ്യം യോഹന്നാൻ കാണുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാണെന്നുള്ളൊരു ബോധ്യം. ഞാനും ദൈവവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുവാൻ പോലും യോഹന്നാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ബലഹീനനാണ്, എന്നെ സൃഷ്ടിച്ചവൻ ബലവാനാണ്. ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ സർവശക്തി ഉറച്ചു പ്രഖ്യാപിച്ചവനാണ് യോഹന്നാൻ. കുറവുള്ളവനായി കാണുവാൻ ആഗ്രഹിച്ച യോഹന്നാൻ പക്ഷെങ്കിൽ അത്യുന്നതനോട് സമനാകുവാൻ ആഗ്രഹിച്ച ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴെയിട്ടു. സമനാകുവാനല്ല ആഗ്രഹിക്കേണ്ടത്, സൃഷ്ടിച്ചവന്റെ കീഴെ നിൽക്കുവാനും സൃഷ്ടിച്ചവന്റെ തണലിൽ നിൽക്കുവാനും ആഗ്രഹിക്കുന്ന യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ അവനേക്കാൾ ബലമില്ലാത്തവനാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നീ ബലവാനാകുന്നു. ഉള്ളിൽ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് പിതാക്കന്മാർ. ഞാൻ ബലഹീനനാകുന്നു, നീ ബലവാനും ഞാൻ ബലഹീനനുമാകുന്നു എന്നുള്ള പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകണം. യോഹന്നാൻ പഠിപ്പിച്ചു. ദൈവ അവബോധ യോഹന്നാനിൽ വന്നു. ദൈവത്തെയാണ് ബലവാൻ എന്ന് പഠിപ്പിക്കുക. രണ്ടാമത് യോഹന്നാന്റെ ഒരു അവബോധം, നിന്നാൽ ഞാൻ സ്നാനമേൽക്കുവാൻ ആവശ്യമെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. ദൈവത്തിന്റെ അധികാരത്തെ പറ്റിയ യോഹന്നാൻ പഠിപ്പിക്കുന്നത്. ഒരുവൻ പുതിയ സൃഷ്ടിയാകുന്നത് അത് ദൈവത്തിലൂടെ മാത്രമാണ്, ക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് യോഹന്നാൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നമ്മളെ. അതാണ് അവബോധം. സ്നാനമേൽക്കുവാനും പുതിയ സൃഷ്ടിയാകുവാനും പലരിലേക്കും ഓടുമ്പോഴും പല സമൂഹങ്ങളിലൂടെ ഓടുമ്പോഴും ആഗ്രഹിക്കുന്ന ഒരേ കാര്യമുള്ളൂ, ദൈവത്താൽ സ്നാനമേൽക്കുന്ന ഒരു സമൂഹമായിട്ട്, സഭയായിട്ട് ഞാനും നിങ്ങളും എവിടെ മാറുന്നുവോ അവിടെയാണ് ക്രിസ്തു നമ്മെ പുകഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതൊരു യോഹന്നാന്റെ അവബോധം കാണുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന യോഹന്നാനെയാണ് കാണുന്നത്. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുകയില്ല എന്ന് പഠിപ്പിക്കുമ്പോഴും യോഹന്നാൻ സ്വർഗം അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ്, ദൈവമാണ് ഈ അനുഗ്രഹങ്ങൾ തരുന്നതെന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമുക്ക് തരികയാണ്. ഈ ബോധ്യമാണ് ദൈവം നമ്മെ പുകഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഉണ്ടാകണം, ബോധ്യമുണ്ടാകണം, ബോധമുണ്ടാകണം. എന്നെ സൃഷ്ടിച്ചവനെ പറ്റി ഒരു അറിവുണ്ടാകണം. ദൈവം ദൈവമാണ്, ക്രിസ്തു ക്രിസ്തുവാണ്, പരിശുദ്ധാത്മാവ് ആത്മാവാ എന്നുള്ള വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുവാൻ പറ്റത്തില്ല. മറിച്ച് അനുഭവത്തിൽ നിന്നുണ്ടാകണം. ഉദരത്തിൽ വെച്ച് ദൈവത്തിൻ്റെ അനുഭവം ലഭിച്ചവനാണ് യോഹന്നാൻ. ഉദരത്തിൽ വെച്ച് ദൈവ അനുഭവം ലഭിച്ചവനാണ് യോഹന്നാൻ. പക്ഷേ ഇന്ന് ഉദരത്തിൽ വെച്ച് മരണ അനുഭവം ലഭിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിധിയായി പോകുന്നത്. ഉദരത്തിൽ വെച്ച് ദൈവ അനുഭവം സ്വീകരിക്കുവാൻ സാധിക്കണം. അവിടെ ദൈവം പുകഴ്ത്തും. ജനിച്ചവരിൽ ഇവളേക്കാൾ വലിയവനെന്ന് പറയുന്ന അനുഭവം യോഹന്നാനിലൂടെ ദൈവം കൊടുത്തു. അതുകൊണ്ട് ദൈവം അവനെ പുകഴ്ത്തി. നീ വലിയവനാകും, നീ വലിയവനാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടമാണ് ദൈവത്തെ പറ്റി ബോധ്യമുള്ളവരെ ദൈവം പുകഴ്ത്തുന്നു. രണ്ടാമതൊരു കൂട്ടമുണ്ട്, ഹൃദയ പരമാർത്ഥതയുള്ളവരെ ദൈവം പുകഴ്ത്തുന്നു. പരമാർത്ഥ ഹൃദയമുള്ളവരെ ദൈവം പുകഴ്ത്തുന്നുണ്ട്, ക്രിസ്തു പുകഴ്ത്തുന്നുണ്ട് വേദപുസ്തകത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാം വാക്യം, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപഠ്യമില്ല എന്ന ഒരു വ്യക്തിയെ പറ്റി ക്രിസ്തു പറഞ്ഞു. വ്യക്തിയുടെ പേര് നഥാനിയേൽ. വിശേഷണം കൊടുക്കുക ക്രിസ്തു. വീണ്ടും ഇസ്രായേൽക്കാരന് വിശേഷണം കൊടുക്കുന്നു. സാക്ഷാൽ എന്ന് പറയുന്ന വിശേഷണം. വെറും ഇസ്രായേൽക്കാരനല്ല, വെറും ക്രിസ്ത്യാനിയല്ല അവൻ.
ഇവനൊരു വിശേഷണം ദൈവം കൊടുത്തു, സാക്ഷാൽ എന്ന് പറയുന്ന വിശേഷണം. എന്തുകൊണ്ട് നഥാനിയേലിനെ ക്രിസ്തു പുകഴ്ത്തുന്നു? എന്തുകൊണ്ട് നഥാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയെ ക്രിസ്തു പുകഴ്ത്തി? കാരണം അവൻ്റെ ഹൃദയത്തെ ക്രിസ്തു പരിശോധിച്ച്, കീറി മുറിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു കാപട്യവും അവിടെ കണ്ടില്ല. കപടതയില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു നഥാനിയേൽ. പ്രാർത്ഥിക്കുമ്പോൾ പൊയ്മുഖങ്ങൾ നമുക്കില്ല. പ്രാർത്ഥിക്കുമ്പോൾ കാപട്യമുള്ളവൻ മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ, അറിവില്ലായ്മയിൽ നിന്ന് ചോദിക്കുന്നു. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അവനൊരു യഹൂദനായിരുന്നുവെങ്കിലും അനുഭവം കൊണ്ട് അത്രയും നാൾ അവനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല എന്നത് വ്യക്തമാണ്. അതിനാണ് ഒരു സമർപ്പണ മുഹൂർത്തം ദൈവം കൊടുത്തത്. ഞാനും ദൈവവും കാണുവാനും സംസാരിക്കുവാനും പറയുവാനുള്ളൊരവസരം അതായിരുന്നു നഥാനിയേലിന് ലഭിച്ചത്. ഹൃദയ പരമാർത്ഥതയുള്ളവരെ ദൈവം കാണുന്നുണ്ട്, അവനുമായിട്ട് സംവേദിക്കുന്നുണ്ട്, അവനുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ഭാവി കാലത്തെയും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ക്രിസ്തു കണ്ടു എന്നത് വ്യക്തമാണ് വേദപുസ്തകത്തിൽ. ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നുണ്ട് യോഹന്നാനെ നഥാനിയേലിനെ പറ്റി. അവൻ കടന്നു വരുന്നത് ക്രിസ്തു കണ്ടു എന്ന് വീണ്ടും പറയുന്നുണ്ട്. നീ കാണാനിരിക്കുന്നത് എന്താണെന്ന് അവിടെ പറ്റി പറയുന്നുണ്ട്. സമസ്ത മേഖലകളെയും ക്രിസ്തു കീറി മുറിച്ച് പരിശോധിച്ചപ്പോൾ ഒരു കാപട്യവും അവനിൽ കണ്ടില്ല. കാപട്യമില്ലാത്ത ഹൃദയത്തെ ദൈവം സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നുണ്ട്. ചേർത്ത് വായിക്കാം. 32-ാം സങ്കീർത്തനം 2-ാം വാക്യം. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞ് പുകഴ്ത്തുകയാണ്. ദൈവസന്നിധിയിൽ കപട്യമില്ലാത്ത മനുഷ്യരെ ദൈവം പുകഴ്ത്തുകയാണ്. മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്നാ പറയുന്നത്. പരമാർത്ഥതയും ആത്മാർത്ഥതയും ദൈവം അളന്നു നോക്കുമ്പോഴും അവിടെ ഒരു തുള്ളിയെങ്കിലും ആത്മാർത്ഥത കാണുമ്പോൾ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവനിൽ യാക്കോബില്ല എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും. ഇസ്രായേൽ, യാക്കോബാണ് ഇസ്രായേലായി മാറിയത്. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദ പ്രിൻസ് ഓഫ് ഗോഡ്, ദൈവകുമാരൻ എന്നാണ്. യാക്കോബിന്റെ ഒരു അംശം പോലും അവനിൽ കണ്ടില്ല. ക്രിസ്തു നോക്കിയപ്പോൾ ഉപായിയായിരുന്നു, അന്യന്റെ സ്ഥാനം അപഹരിച്ചവനായിരുന്നു ഈ യാക്കോബ്. ഇതൊക്കെ മാറ്റിയിട്ട് ക്രിസ്തു അവനിൽ കണ്ടത് ഹൃദയപരമാർത്ഥതയുള്ള ചില ചോദ്യങ്ങളാണ്. അവൻ്റെ അറിവിൽ നിന്ന് ചോദിച്ചു. പലതും ചോദിച്ചപ്പോൾ ക്രിസ്തു അവനെ പഠിപ്പിച്ചു. നീയാണ് ഇസ്രായേലിൽ, നിന്നിലൂടെ ദൈവം തമ്പുരാൻ ഇനിയും സ്വർഗത്തിലും ഭൂമിയെയും അളക്കുന്നത് കാണുമെന്ന് പഠിപ്പിച്ചപ്പോൾ ദൈവം അവനെ പുകഴ്ത്തുന്നു. രണ്ടാമത്തെ വ്യക്തിയാണ്. ഹൃദയ പരമാർത്ഥതയുള്ളവരെ ക്രിസ്തു പുകഴ്ത്തുന്നു. നഥാനിയേൽ അവിടെ ക്രിസ്തുവിൻ്റെ കഥാപാത്രമായിട്ട് മാറുകയാണ്. മൂന്നാമത്തെ വ്യക്തി ക്രിസ്തു പുകഴ്ത്തുന്ന ഒരു സമൂഹമുണ്ട്. വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തവരെ ക്രിസ്തു പുകഴ്ത്തുന്നുണ്ടെന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിൽ മടുത്തുപോകാത്തവരെയും ക്ഷീണിക്കാത്തവരെയും ക്രിസ്തു പുകഴ്ത്തുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. ആദ്യ 2 കഥാപാത്രങ്ങൾ 2 പുരുഷന്മാരായിരുന്നുവെങ്കിൽ ഇനിയുള്ള 2 കഥാപാത്രങ്ങൾ 2 സ്ത്രീകളെയാണ് ക്രിസ്തു പുകഴ്ത്തുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വേദഭാഗ്യം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. വീണ്ടും വിശേഷണം കൊടുക്കുക. വിശ്വാസത്തിൻ്റെ വിശേഷണം ക്രിസ്തു കൊടുക്കുന്നുണ്ട്. വലിയത് എന്ന് പറയുന്ന വിശ്വാസം. വേദപുസ്തകത്തിൽ ക്രിസ്തു വിശേഷണം കൊടുക്കുന്ന വിശ്വാസം 2 കാണുന്നുള്ളൂ. ഒന്ന് ഈ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തിലും, 2 കഫർന്നഹൂമിലെ ശതാധിപന്റെ വിശ്വാസത്തിലും. മത്തായി ശ്ലീഹാ സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ ബാല്യക്കാരന് ദീനമായി കിടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ശതാധിപനോട് വിശ്വാസം കണ്ടിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, ഇസ്രായേൽക്കാരിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അവിടെ പുകഴ്ത്തുകയാണ്. ഈ 2 വ്യക്തികളുടെ വിശ്വാസം ക്രിസ്തു പുകഴ്ത്തുകയാണ്. കാരണമുണ്ട്. ഈ 2 വ്യക്തികൾക്കും ഒരു സമാനതയുണ്ട്. ബാലിക്കാരന് വേണ്ടി കരഞ്ഞ ശതാധിപനും മകൾക്ക് വേണ്ടി കരഞ്ഞ സ്ത്രീയും, കനാന്യ സ്ത്രീയും, ഫോർ ദ അതർ, മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ 2 വ്യക്തികളായിരുന്നു ഇവർ. അവിടെ വിശ്വാസത്തെ എങ്ങനെ പുകഴ്ത്താതിരിക്കാൻ പറ്റും ക്രിസ്തുവിന്? ഇത് കണ്ടില്ലെന്ന് നടിക്കുവാൻ ക്രിസ്തുവിന് പറ്റുമോ? ക്രിസ്തു കുറേയൊക്കെ പരീക്ഷിച്ചു സ്ത്രീയെ, കുറേയൊക്കെ അവഗണിച്ചു ഈ സ്ത്രീയെ. എങ്കിലും ഈ അവഗണനയിലും ഒരു പരിഗണനയുണ്ട് എന്ന് വിശ്വസിച്ച് വീണ്ടും വീണ്ടും പുറകെ പോയി ക്രിസ്തുവിൻ്റെ വിശ്വാസത്തും അനുഗ്രഹവും പിടിച്ചു വാങ്ങിയപ്പോൾ സ്ത്രീയെ ക്രിസ്തു പുകഴ്ത്തി. നീയാണ്, നിന്റെ വിശ്വാസമാണ് വലിയത്. ഈ വിശ്വാസം നിന്റെ സൗഖ്യം നൽകട്ടെ, നിന്റെ മകൾക്ക് സൗഖ്യം നൽകട്ടെ, നിന്റെ ബാലിക്കാരന് സൗഖ്യം നൽകട്ടെ എന്ന് പറയുന്ന ഒരു ദൈവികമായ അനുഭവം കാണുകയാണ്. യേശു ക്രിസ്തു എന്നെ കൈവിടുകയില്ല, ക്രിസ്തുവിൽ എനിക്കൊരു ഓഹരിയുണ്ട്,
എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ക്രിസ്തു എന്നുള്ള വിശ്വാസം ഈ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിലൂടെ ദൈവം തമ്പുരാൻ അവരെ പുകഴ്ത്തുകയാണ്. വിശ്വാസം വലിയത് എന്ന് പറയുമ്പോൾ വിശ്വാസ ജീവിതം വലിയത്, അവിടെ ജീവിതത്തെ പുകഴ്ത്തുകയാണ്. പല പ്രതികൂലതകൾ ഈ സ്ത്രീയുടെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തുവുമായിട്ടുള്ള സംവേദനത്തിൽ ഇതൊക്കെ താറുമാറായി പോവുകയാണ്. അവഗണിച്ചു, ശിഷ്യന്മാർ അവഗണിച്ചു, ക്രിസ്തുവും അവഗണിച്ചു. എങ്കിലും അവസാനം സ്ത്രീ ചെയ്തൊരു കാര്യമുണ്ട്. കാൽക്കൽ വീണു എന്നാ പറയുന്നത്, നമസ്കരിച്ചു എന്നാ പറയുന്നത്. പിന്നീട് ക്രിസ്തുവിന് അവളെ തള്ളിപ്പോകുവാൻ സാധിക്കുകയില്ല. ആകർഷിച്ച വിശ്വാസമാണ്. ദൈവത്തെ ആകർഷിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ക്രിസ്തു തീർച്ചയായിട്ടും പുകഴ്ത്തും. വിശ്വാസം വലിയതെന്ന് പറഞ്ഞ് എന്നെ നിങ്ങളെ പുകഴ്ത്തും എന്നതിൽ യാതൊരു സംശയമുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു പരിശുദ്ധന്മാർ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ദൈവവിശ്വാസത്തെ പറ്റി പഠിക്കുമ്പോഴും ഇതൊക്കെ കാണുന്നുണ്ട്. ദൈവ അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥനയുടെ വിശ്വാസവും നമുക്ക് മാതൃകയാക്കേണ്ടതാണ്. പെരുന്നാൾ കൊണ്ടാടുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഈ വിശുദ്ധത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങൾ എടുത്ത് പഠിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. അവിടെയാണ് പുതുക്കവും ആത്മാർത്ഥതയും നമ്മൾ ഉണ്ടാകുന്നത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിച്ചു പുകഴ്ത്തുന്നവരെ 3 പേരെ ക്രിസ്തു പുകഴ്ത്തി. യോഹന്നാനെ പുകഴ്ത്തി, ദാനിയേലിനെ പുകഴ്ത്തി, കനാന്യ സ്ത്രീയെ പുകഴ്ത്തി. ഒരു സ്ത്രീ കൂടി വേദപുസ്തകത്തിലുണ്ട്. ഈ പുകഴ്ച ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീ കൂടി വേദപുസ്തകത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. 10-ാം അധ്യായം 42-ാം വാക്യം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ബഥാനിയയിലെ കുടുംബത്തിലെ 2 സ്ത്രീകളിൽ സ്നേഹിച്ച ഒരു കുടുംബത്തിലെ സഹോദരിമാരിൽ ഒരുവളാണ് മറിയ എന്ന് നമുക്കറിയാം. മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ബിറ്റർനെസ് എന്നാണ്, കയ്പ് എന്നാണ്. മാർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ലേഡി എന്നാണ്, സ്ത്രീ എന്നാണ്. പക്ഷെങ്കിൽ ഈ ഭാഗം വായിക്കുമ്പോൾ പേരിൻ്റെ അർത്ഥം മാറിപ്പോവുകയാണ്. അവിടെ മാർത്ത കയ്പായി മാറുകയും മറിയ സ്ത്രീയായി മാറുകയും ചെയ്യുകയാണ്. പക്ഷെങ്കിൽ ക്രിസ്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ്. അതുകൊണ്ട് മാർത്ത നല്ലതല്ലാത്ത അംശം തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഒരിക്കലും പാടില്ല. കാരണം 2 പേരും ക്രിസ്തുവിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. എങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണുന്നത്. He selected the better from the best. 2 നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലതാ ക്രിസ്തു തിരഞ്ഞെടുത്തത്. ഇതാണ് ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകൾ. നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലത് മറിയാമിൻ്റെ അംശം തിരഞ്ഞെടുത്തു. കാരണമുണ്ട്, ഒരുപാട് കാരണമുണ്ട്. 2 കാരണങ്ങൾ കാണാം. മാർത്തയുടെ ജീവിതത്തിലെ 2 പ്രയാസങ്ങൾ കാണുന്നുണ്ട്. മാർത്ത മറിയയുടെ സമർപ്പണത്തെ ലഘൂകരിച്ച് കണ്ടു, ക്രിസ്തുവിൻ്റെ അടുത്ത് പരാതിയും പറഞ്ഞു. ഈ 2 കാരണം കൊണ്ടാകാം മാർത്തയെ ക്രിസ്തു പുകഴ്ത്താതെ പോയത്. ലഘൂകരിച്ച് കണ്ടു. മറ്റുള്ളവരുടെ സമർപ്പണത്തെ ഒരിക്കലും ലഘൂകരിച്ച് കാണുവാൻ പാടില്ല. പരീശൻ പറഞ്ഞു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലാത്തതിനാൽ താരതമ്യം ചെയ്തു പ്രാർത്ഥനയിൽ. ഒരിക്കലും ഒരു കമ്പാരിസൺ പ്രാർത്ഥനയിൽ പാടില്ല. താരതമ്യത്തിൻ്റെ ആവശ്യമില്ല. സമർപ്പണത്തിലും ഒരു താരതമ്യത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദൈവം സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ സമർപ്പിക്കുക. അല്ലാതെ മറിയയെ നോക്കി ഇവൾ എന്നെ ശുശ്രൂഷിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ മാർത്തയെ ക്രിസ്തു ഒന്നല്പം താഴ്ത്തുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ മറിയ ചെയ്തത് എന്താണ്? കാൽക്കലിരുന്ന് വചനം പഠിച്ചു. സിറ്റിംഗ് ഓൺ ദ ഫീറ്റ്. ഭാരതീയ പാരമ്പര്യത്തിൽ ഇത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുക്കന്മാരുടെ കാൽക്കലിരുന്ന് പഠിക്കുന്ന ശിഷ്യന്മാരെയാണ് ലോകം കാണുന്നത്. കാൽക്കലിരുന്ന് പഠിക്കുമ്പോൾ ഗുരുവിൽ നിന്ന് കേൾക്കുന്ന വചനം പ്രകാശം അടുത്ത് ലഭിക്കുകയാണ്. പ്രകാശത്തെ കൂടുതൽ അറിയുവാൻ അടുത്തിരിക്കുന്ന ശിഷ്യന്മാരെ ഗുരുക്കന്മാർ അങ്ങനെ പഠിച്ചു ശീലിപ്പിച്ചു. മറിയ ചെയ്തതും ഈ ഒരു പോസ്റ്ററായിരുന്നു. കാൽക്കലിരുന്ന് പഠിക്കുവാൻ ആഗ്രഹിച്ച മറിയ. അതിനൊരു വ്യാഖ്യാനം നൽകാം. ദാസിയാകുവാൻ ആഗ്രഹിച്ചവളാണ് മറിയ. യജമാനന്റെ കാൽക്കലിരിക്കുന്നവരാരാണ്? അത് ദാസിയാണ്, അടിമയാണ്, അല്ലെങ്കിൽ ദാസിയാണ്. യജമാനൻ ആശ്രയിക്കുവാൻ തക്ക അടിമകളെ, ദാസികളെയും ദാസന്മാരുമേയും തന്റെ കാൽക്കൽ ഇരുത്തത്തുള്ളൂ. മറിയ അങ്ങനെ സ്വയം ഏറ്റെടുത്തു. ഞാനൊരു ദാസിയായി മാറുകയാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എപ്പോഴും സന്നദ്ധതയോടുകൂടി ജീവിക്കുന്ന ഒരു ദാസിയായിട്ട് ഞാൻ മാറുന്നു എന്ന് മറിയാം പറയാതെ തന്നെ അവിടെ ഉദ്ഘോഷിക്കപ്പെടുകയാണ്. മറിയത്തിന്റെ ഭാഗങ്ങൾ കാണുമ്പോഴും 3 ഭാഗത്ത് മറിയെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ ഈ 3 ഭാഗത്തും ഈ ധ്യാനപീഠം കാണുകയാണ്.
പാദപീഠത്തെ ധ്യാനപീഠമാക്കുന്ന മറിയയാണ് കാണുന്നത്. കാലുമായി ബന്ധപ്പെട്ടാണ് മറിയയുടെ ധ്യാനം നടക്കുന്നത്. രണ്ട് ഭാഗത്ത് വീട്ടിൽ വെച്ച് ക്രിസ്തുവിനെ കാണുമ്പോഴും ഒരു ഭാഗത്ത് കാൽക്കൽ പോയി വലിയ വിലയുള്ള തൈലം ഒഴിക്കുന്ന കാലിലിരിക്കുന്ന മറിയെ കാണുന്നു. രണ്ടാമത് കാലിലിരുന്ന് വേദവചനം പഠിക്കുന്ന മറിയത്തെ കാണുന്നു. മൂന്നാമത് ലാസറിന്റെ കല്ലറക്കൽ വെച്ച് കാലിൽ കവിണ് വീഴുന്ന മറിയയാണ് കാണുന്നത്. കാൽക്കൽ എന്തോ ഉണ്ട് എന്ന് മറിയം പഠിപ്പിക്കുകയാണ്. പാദപീഠത്തെ ധ്യാനപീഠമാക്കുവാൻ മറിയ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തെ ദൈവം തമ്പുരാൻ പുകഴ്ത്തുകയാണ്. ആ പുകഴ്ചയാണ് മറിയം നമുക്കിലൂടെ തരുന്നത്. അതുകൊണ്ട് മാർത്തയും മറിയയും ആവശ്യമാണ്. പക്ഷെങ്കിൽ മറിയയുടെ പരാതി അവളെ താഴ്ത്തുകയാണ്. മറ്റുള്ളവരുടെ സമർപ്പണത്തെ കുറ്റം പറഞ്ഞതുകൊണ്ട് അവളെ ഒന്ന് താഴ്ത്തി നിൽക്കുന്നുള്ളൂ. മറിച്ച് മറിയ തിരഞ്ഞെടുത്തതിനെ അംശത്തെ ക്രിസ്തു പുകഴ്ത്തുന്ന വാക്ക് നല്ലത് എന്ന വാക്കാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറിയം തിരഞ്ഞെടുക്കേണ്ട ഇടമാണ് തിരഞ്ഞെടുത്തത്, ഇരിക്കേണ്ട ഇടമാണ് തിരഞ്ഞെടുത്തത്. ഈ ക്രിസ്തീയ ജീവിതത്തിലും ഈ ജീവിതത്തിലും ആർക്കെങ്കിലും മടുപ്പ് ഉളവാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കേണ്ട ധ്യാനപീഠം, ധ്യാനിക്കേണ്ട പീഠം ദൈവത്തിൻ്റെ കാൽക്കലാണ്. അവിടെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുക, അവിടെ ഇരുന്ന് പഠിക്കുക. നമ്മുടെ ധ്യാനവും നമ്മുടെ ജീവിതവും ഒക്കെ മടുപ്പിൽ നിന്നുള്ള ഒരു മാറ്റമാകും. ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോഴും ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകുവാൻ ഇടയാകരുത്. മടുപ്പ് എവിടെ തുടങ്ങുന്നു അവിടെ ഇരിക്കണം. നിങ്ങൾ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കുക, ധ്യാനിക്കുക, ദൈവവചനം കേട്ടനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള ഹൃദയങ്ങളാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ട് ഈ പെരുന്നാൾ മുന്നോട്ട് പോകുമ്പോൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ക്രിസ്തുവിൻ്റെ വാക്കുകൾ പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. സ്വയം പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ അംഗീകരിക്കുന്നവൻ. സ്വയം പുകഴ്ത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യൻ്റെ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഈ സ്വയം പുകഴ്ചയുടെ ഒരു സ്വഭാവം ഉണ്ട്. എങ്കിലും ഒരിക്കലും ആ പുകഴ്ച സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കത്തില്ല എന്ന് പരീശൻ്റെ ജീവിതത്തിലൂടെ കാണിക്കുകയാണ്. മറന്നുപോയി, പ്രാർത്ഥനയ്ക്ക് ഒരു കൂട്ടുണ്ടെന്ന് മറന്നു പോകരുത്. ആത്മാർത്ഥതയും ഒരു തുള്ളി കണ്ണുനീരും സമാസമം ചേർത്ത് വേണം പ്രാർത്ഥിക്കാൻ. സ്വാർത്ഥതയും താരതമ്യവും ചേർത്ത് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. അവിടെ വാതിൽ തുറക്കത്തില്ല, പൂട്ട് തുറക്കത്തില്ല. താക്കോലായിട്ട് പ്രാർത്ഥന മാറണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. ധനവാൻ ആശ്രയിച്ചു, ധനത്തിൽ ആശ്രയിച്ചു, പ്രശംസിച്ചു. പക്ഷെങ്കിൽ കളപ്പുര ഏതെന്ന് മനസ്സിലായില്ല. അധികമുള്ള കളപ്പുര ഏതെന്ന് മനസ്സിലാക്കുവാൻ ധനവാൻ പരാജയപ്പെട്ടുപോയി. പഠിപ്പിക്കുന്നുണ്ട്, വിധവുമാരും അനാഥരും ഒക്കെ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. അവരുടെ ഭവനങ്ങളും അവരുടെ അധരങ്ങളും അവരുടെ മടികളുമായിരിക്കണം നമ്മുടെ നിക്ഷേപ പാത്രങ്ങളായി മാറേണ്ടത്. അങ്ങനെ മാറിയ 4 വ്യക്തികളെ ക്രിസ്തു പുകഴ്ത്തുന്നുണ്ട്. യോഹന്നാൻ സ്നാപകനെ വലിയവരെന്ന് പുകഴ്ത്തുന്നു. കാരണം ദൈവത്തെ പറ്റി ഒരു ഉറച്ച ബോധ്യം, അവബോധം യോഹന്നാൻ ഉണ്ടായിരുന്നു. ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഈ പ്രാർത്ഥനയിലൂടെ, ഈ ധ്യാനത്തിലൂടെ, ഈ പെരുന്നാളിലൂടെ. ആരാണ് ദൈവം? ദൈവസന്നിധിയിൽ ഞാൻ ആരാണ്? ഞാനാണോ വലിയവൻ? ഞാനാണോ അത്യുന്നതനോട് സമനെന്ന് ചിന്തിക്കുക. ഒരിക്കലുമല്ല. ദൈവസന്നിധിയിൽ താഴണം, അവൻ വളരണമെന്ന് ആഗ്രഹിച്ച യോഹന്നാൻ സ്നാപകൻ. അതുപോലെ നഥാനിയേൽ പഠിപ്പിക്കുന്നുണ്ട്, ഹൃദയത്തിൽ പരമാർത്ഥത ഉണ്ടാകണം. കപടതയില്ലാത്ത, കളങ്കമില്ലാത്ത ആത്മീയത വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെ ദൈവം നമുക്ക് തരും വലിയൊരു വാഗ്ദാനമുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണും എന്നുള്ള വാഗ്ദാനം അവിടെ കൊടുത്തു. മൂന്നാമത് 2 സ്ത്രീകളെയാണ്. കനാന്യക്കാരി സ്ത്രീയെ ക്രിസ്തു പുകഴ്ത്തുന്നു. വിശ്വാസം വലുതാണ്. കാരണം കരഞ്ഞത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. ഫോർ ദ അതർ, മറ്റുള്ളവർക്ക് വേണ്ടി കരയുമ്പോൾ ദൈവം പുകഴ്ത്തും. വിശ്വാസം വലിയതെന്ന് പറയും. അവസാനമായി മറിയെ തിരഞ്ഞെടുത്തു, നല്ല അംശം തിരഞ്ഞെടുത്തു. പാദപീഠത്തെ ധ്യാനമാക്കുവാൻ മറിയയ്ക്ക് സാധിച്ചു. ആ പാദപീഠം ധ്യാനപീഠമാക്കി മാറ്റുവാൻ ഈ പെരുന്നാളും ഈ ഓർമ്മ പെരുന്നാളും ദൈവം തമ്പുരാൻ നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിലെയും സമർപ്പിക്കാം. കരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അല്പസമയം അടിയനെ ഇവിടെ നിന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവവചനത്തെ പറയുവാൻ നൽകിയ നിയോഗത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട വചനങ്ങളെ അവിടുന്ന് നീ ഞങ്ങളെ വളർത്തണമേ. ദൈവസേനയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് മുഖാന്തരമാക്കണമേ. ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ പരിശുദ്ധൻ്റെ പെരുന്നാൾ ശ്രേഷ്ഠമായി തീരണമേ. മധ്യസ്ഥത ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആയി നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാണ്ട് തന്നെ. ആമേൻ.